നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. വി മുരളീധര പക്ഷത്തെ വെട്ടിനിരത്തി ബി.ജെ.പിയുടെ പുതിയ ഭാരവാഹി പട്ടിക. എം.ടി. രമേശൻ, ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെ 4 ജനറൽ സെക്രട്ടറിമാർ. അനൂപ് ആന്റണി സംസ്ഥാന നേതൃത്വത്തിലേക്ക്. മുൻ DGP ആർ ശ്രീലേഖയും ഷോൺ ജോർജും അടക്കം 10 വൈസ് പ്രസിഡന്റുമാർ. പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ബി.ജെ.പിയിൽ അതൃപ്തി. മാധ്യമ വക്താക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് PR ശിവശങ്കർ ഒഴിവായി. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലുള്ള കീം റാങ്ക് ലിസ്റ്റിലുണ്ടായ പ്രതിസന്ധിയിൽ വീഴ്ച സംബന്ധിച്ച് CPIM. അവസാന നിമിഷം തീരുമാനമെടുത്തതിൽ പിഴവ് പറ്റിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. അവസാന നിമിഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതിൽ മറുപടി പറയാതെ മന്ത്രി ആർ ബിന്ദു. നിർണായക തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിയോജിപ്പ് അറിയിച്ച് CPI മന്ത്രിമാരും. എൻട്രൻസ് കമ്മീഷണറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പുതിയ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. വനം വകുപ്പിനെതിരായ വിമർശനങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിനെ കടന്നാക്രമിച്ച മന്ത്രി AK ശശീന്ദ്രൻ. ജോസ് കെ മാണിയും പാർട്ടിയും മുന്നണി മര്യാദ ലംഘിച്ചെന്ന് വിമർശനം. മുഖ്യമന്ത്രിയെ പരാതി അറിയിക്കുമെന്ന് വനം മന്ത്രി. LDF-ൽ ചർച്ച ചെയ്യുമെന്ന് CPIM. കേരള കോൺഗ്രസ് എം മുന്നണി വിടില്ലെന്നും MV ഗോവിന്ദൻ. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിക്കുന്നതിൽ ജോസഫ് വിഭാഗത്തിന് അതൃപ്തി. ആരുടെയും പിറകെ നടക്കേണ്ട ഗതികേട് UDF-നില്ലെന്ന് നേതാക്കൾ. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് കടുക്കുന്നു. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ എതിരെ ഗവർണറെ സമീപിച്ച് VC. KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ തിരിച്ചയച്ചു. രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഡോക്ടർ മിനി കാപ്പൻ. VCക്ക് കത്ത് നൽകി. ഡോക്ടർ മോഹനൻ കുന്നുമലിനെതിരെ ഇന്നും SFIയുടെ പ്രതിഷേധം. VCയുടെ ഓഫീസിൽ അതിക്രമം കാട്ടിയെന്നാരോപിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ 9 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് വീണ്ടും ഡോക്ടർ ശശി തരൂർ MPയുടെ മോദി സ്തുതി. ഇന്ത്യയെ ശക്തമായ ദേശീയതയിലേക്ക് മാറ്റിയത് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവമെന്ന് തരൂർ. കോൺഗ്രസ് ഭരണകാലത്തെ നയങ്ങളിൽ മാറ്റം വരുത്താനായത് കേന്ദ്രീകൃത ഭരണത്തിന്റെ നേട്ടം. വിവാദ പരാമർശം. ലണ്ടനിൽ നടത്തിയ പ്രഭാഷണത്തിൽ ശ്വാസം മുട്ടുന്നെങ്കിൽ തരൂരിന് പാർട്ടി വിടാമെന്ന് K മുരളീധരൻ. സമയമാകുമ്പോൾ തരൂർ ചെയ്യേണ്ടത് ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ച് 4 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് അമ്മയും 3 മക്കളും. 2 പേരുടെ നില ഗുരുതരം. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വാഹനത്തിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതെന്ന് പ്രാഥമിക വിവരം. കോട്ടയത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിന് മേൽ വൈദ്യുതി പോസ്റ്റ് വീണു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം ഊർജിതം. പ്രതീക്ഷ കൈവിടാതെ കുടുംബം. യമൻ പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ ദിയാധനം നൽകാൻ തയ്യാറെന്ന് ഭർത്താവ് ടോമി തോമസ്. K രാധാകൃഷ്ണൻ MP വിദേശകാര്യമന്ത്രിയെ കണ്ടേക്കും. കേസിന്റെ വിവരങ്ങൾ തേടി അറ്റോർണി ജനറൽ. പോലീസിന്റെ ഔദ്യോഗിക വയർലെസ് സന്ദേശം ചോർത്തിയ കേസിൽ യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയക്കെതിരെ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം. പോലീസ് ചുമത്തിയത് രാജ്യദ്രോഹം കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. നടപടി കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയ പശ്ചാത്തലത്തിൽ നിർണായക ഉത്തരവ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെത്തി കേരള പോലീസിന്റെ സിനിമാ സ്റ്റൈൽ ഓപ്പറേഷൻ. ആലപ്പുഴ ഹരിപ്പാട് പാഴ്സൽ ലോറി തടഞ്ഞ 3.5 കോടി രൂപ കവർന്ന കേസിലെ പ്രതികളെ സാഹസികമായി പിടികൂടി. പ്രതികളുമായി മടങ്ങുമ്പോൾ അക്രമി സംഘം പോലീസിനെ ആക്രമിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി AP സമസ്ത വിഭാഗവും. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്ന് കാന്തപുരം വിഭാഗം. കീം റാങ്ക് ലിസ്റ്റ് വിഷയത്തിൽ സർക്കാർ വിവേകത്തോടെ പെരുമാറണമെന്നും വിമർശനമുയർന്നു. തീപിടുത്തത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം 2 മാസം പിന്നിട്ടിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കിടപ്പ് സമരം നടത്തി. മകന്റെ കാമുകിയെ 25,000 രൂപയ്ക്ക് വിൽപ്പന നടത്തിയ അസം സ്വദേശിയെ പിടികൂടി കേരള പോലീസ്. ഫോൺ ഉപയോഗിക്കാത്ത പ്രതിയെ അസമിലെത്തിയാണ് സാഹസികമായി പിടികൂടിയത്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ നഷ്ടപരിഹാരമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച തുക സർക്കാർ കോടതിയിൽ കെട്ടിവെച്ചു. 7 ലക്ഷം രൂപയാണ് കെട്ടിവെച്ചത്. പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. VT ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ നേതാവെന്ന വിമർശനം. MLA ആയ ശേഷം പാർട്ടിയെ നശിപ്പിക്കാൻ നേതൃത്വം നൽകി. തൃത്താലയിലെ തോൽവിക്ക് കാരണം അഹംഭാവവും ധാർഷ്ട്യവും ധിക്കാരവും. ധിക്കാരം തുടർന്നാൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും CV ബാലചന്ദ്രന്റെ മുന്നറിയിപ്പ്.
ഡൽഹിയിൽ വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.7 തീവ്രത രേഖപ്പെടുത്തി. ഹരിയാനയിലെ ഝജ്ജറാണ് പ്രഭവ കേന്ദ്രം. കാസർഗോഡ് വിദ്യാർത്ഥികളെ കൊണ്ട് റിട്ടയർഡ് അധ്യാപകരുടെ കാൽ കഴുകിച്ചെന്ന പരാതിയുമായി SFI. ബന്ദടുക്കയിലെ കക്കച്ചാൽ സരസ്വതി വിദ്യാനികേതനിലാണ് സംഭവം. ഗുരുപൂർണിമ ദിനത്തിലായിരുന്നു പാദപൂജ നടന്നത്. പെരിയാർ മലിനമാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. പെരിയാർ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം കൊച്ചിയിൽ തിരിച്ചിറക്കി. രാത്രി 8:08 മുംബൈക്ക് പറന്ന വിമാനമാണ് 8:30 തിരിച്ചിറക്കിയത്. കാലാവസ്ഥ അനുയോജ്യമായതോടെ വിമാനം വീണ്ടും പുറപ്പെട്ടു. കൊച്ചി കത്രിക്കടവ് റോഡിൽ കാർ ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞു. അപകടം. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ടെന്ന് സൂചന. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ബാങ്കേഴ്സ് ക്ലബ് ഗ്രേറ്റർ കൊച്ചി ബാങ്ക് ജീവനക്കാർക്കായി ഓൾ കേരള ബാങ്ക് ഇന്റർ ബാങ്ക് ക്വിസ് മത്സരം നടത്തുന്നു. ബാങ്കിംഗ്, ധനകാര്യ മേഖലയിലെ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മത്സരം. 16 ടീമുകൾ പങ്കെടുക്കും. എറണാകുളം പനമ്പള്ളി നഗറിലെ ഹൈസൺ ബിൽഡിംഗിൽ രാവിലെ 8:30 പരിപാടി ആരംഭിക്കും. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന വിഭാഗമായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയും നൂറുൽ ഇസ്ലാം ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ദൈവത്തെ അറിയുക എന്ന ആശയവുമായി നടത്തിവരുന്ന സംവാദ പരമ്പരയുടെ ഭാഗമായി ദൈവസാക്ഷാത്കാരം എന്ന വിഷയത്തിൽ എളങ്കുന്നപ്പുഴ ബീച്ചിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ജില്ലാ അമീർ TK അബൂബക്കർ സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തി. തിരുവനന്തപുരത്ത് കായിക പരിശീലകർക്കുള്ള നൂതന പരിശീലന പരിപാടിയുടെ 1ാം ഘട്ട സമാപനം നടന്നു. കോച്ചസ് എംപവർമെന്റ് പ്രോഗ്രാം 2025 എന്ന പരിശീലന പരിപാടിയുടെ 1ാം ഘട്ട സമാപനമാണ് നടന്നത്. പരിശീലന പരിപാടിയിൽ വിവിധ കായിക വിഭാഗങ്ങളിലെ 86 കോച്ചുമാർക്ക് വിദഗ്ധ പരിശീലനം ലഭിച്ചു. കായിക യുവജന കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് കൌൺസിലുമായി ചേർന്ന സായി LNCPയിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മലബാർ കോ-ഓപ്പ് ടെക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി സാങ്കേതിക കരാറിൽ ഒപ്പിട്ടു. ഇന്ത്യയുടെ ഭാവിയിലെ ഊർജ്ജരംഗത്തെ മാറ്റത്തിന് വഴിയൊരുക്കുന്ന സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ മേഖലയിൽ വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതി വഴി ഇന്ത്യയിലും വിദേശത്തുമുള്ള വൈദ്യുത വാഹനങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങൾ, സ്മാർട്ട് ഗ്രിഡ്, സ്റ്റോറേജ്, റെയിൽവേ തുടങ്ങിയ മേഖലയിലേക്കുള്ള ഉൽപ്പന്ന വിതരണത്തിന് ലക്ഷ്യമിടുന്നു. കോഴിക്കോട് വളയനാടിന് സമീപം കിണർ ഇടിഞ്ഞു താഴ്ന്നു. വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. കിണർ ഇടിഞ്ഞതോടെ സമീപത്തെ 4 വീട്ടുകാർ കൂടി ഭീതി. വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ക്ഷേത്രത്തിന് സമീപമാണ് 2 കാട്ടാനകൾ ഇറങ്ങിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. എറണാകുളം കോതമംഗലത്ത് കാട്ടാനയുടെ മുന്നിലകപ്പെട്ട ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാട്ടാന ബൈക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. കോട്ടപ്പടി പഞ്ചായത്തിലെ ചീനിക്കുഴിയിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നതിന്റെ CCTV ദൃശ്യം 24 ലഭിച്ചു. എറണാകുളം ആലുവയിൽ സിമന്റ് ട്രെയിലർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായത് ദേശീയപാത പുളിഞ്ചോട്ടിൽ. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്ന സംശയം. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശുചിമുറിയിൽ മൂർഖൻ പാമ്പ്. പാമ്പിനെ കണ്ടതോടെ രോഗികൾ പരിഭ്രാന്തരായി ഓടി. ജീവനക്കാർ പിന്നീട് പാമ്പിനെ പിടികൂടി. കോഴിക്കോട് MDMA വേട്ട. 2ഇടങ്ങളിൽ നിന്നായി 4 പേർ പിടിയിലായി. പ്രതികൾ പിടിയിലായത് നൈറ്റ് പെട്രോളിംഗിനിടെ. ഇടുക്കി ചിന്നക്കനാലിൽ ട്രക്കിങ്ങിന് പോയവരുടെ മുന്നിൽ കടുവ. കുളുക്കുമലയിലാണ് ട്രക്കിങ്ങിന് പോയവർ കടുവയെ കണ്ടത്. ഇവർ പകർത്തിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പാലക്കാട് മണ്ണാർക്കാട് അധ്യാപകരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോണിപ്പടിയിൽ നിന്ന് വീണ്ടും പരിക്കേറ്റ നിലയിൽ കണ്ട MES ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഷിബു പിള്ളയാണ് മരിച്ചത്. ഇടുക്കി അങ്കമാലിക്ക് സമീപം കാട്ടാനയെ അവശ നിലയിൽ കണ്ടെത്തി. പീച്ചാടി ജനവാസ മേഖലയ്ക്ക് സമീപമാണ് ആനയെ കണ്ടെത്തിയത്. വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും. കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. ഉത്തർപ്രദേശ് സ്വദേശി ഗൺപത്താണ് പിടിയിലായത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ ഇരുമ്പ് തൂൺ വീണ് 2 പേർക്ക് പരിക്ക്. സ്റ്റേഷൻ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് തൂൺ താഴേക്ക് പതിച്ചത്. ആലപ്പുഴ കഞ്ഞിപ്പാടത്ത് 31 കോഴികളെ തെരുവുനായ കടിച്ചുകൊന്നു. ഹരിദാസ്പുരം സ്വദേശി സിദ്ധാർത്ഥിന്റെ കോഴികളെയാണ് തെരുവുനായ കടിച്ചുകൊന്നത്. കോട്ടയത്തെ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. കാഞ്ഞിരപ്പള്ളി ആനിത്തോട്ടത്താണ് സംഭവം. വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുൻപ് ബസ് മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണം. കണ്ണൂരിൽ പുതിയ തെരുവിൽ
ഓവുചാലിന്റെ ഇരുമ്പ് ഗ്രില്ലിൽ കാൽ കുടുങ്ങിയ വയോധികനെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേന. തമിഴ്നാട് സ്വദേശി മൂർത്തിയുടെ കാലാണ് കുടുങ്ങിയത്. ഇരുമ്പ് ഗ്രിൽ അകത്തി മാറ്റിയാണ് മൂർത്തിയെ രക്ഷപ്പെടുത്തിയത്. പത്തനംതിട്ടയിൽ ആംബുലൻസിന് മുന്നിൽപ്പെട്ട സ്കൂട്ടർ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എഴുമറ്റൂർ മല്ലപ്പള്ളി റോഡിലാണ് രാവിലെ അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കൊല്ലം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ ATL ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു. അഭിമുഖം ഈ മാസം 15-ന്. കൊല്ലം കരുനാഗപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 14-ന്. കൊല്ലം സാമൂഹ്യനീതി വകുപ്പിന്റെ മുഖേന നടപ്പാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതിയുടെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. സുനീതി പോർട്ടൽ മുഖേന അപേക്ഷകൾ ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്ക് സമർപ്പിക്കണം. കൊല്ലം കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിലാണ് ഒഴിവുള്ളത്. അഭിമുഖം ഈ മാസം 15-ന്. പത്തനംതിട്ട കുന്നന്താനത്ത് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കും ലിങ്ക് അക്കാദമിയും ചേർന്ന് നടത്തുന്ന ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത +2. പത്തനംതിട്ട തേവർവട്ടം ഗവൺമെന്റ് HSSൽ കായിക അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 14-ന്. പത്തനംതിട്ട വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 14-ന്. ആലപ്പുഴ തകഴി ശിവശങ്കരപിള്ള ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 15-ന്. കോട്ടയം MG സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിൽ MSW പ്രോഗ്രാമിലേക്ക് ഒഴിവ്. അഡ്മിഷൻ ആരംഭിക്കുക ഈ മാസം 14-ന്. എറണാകുളം തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 14-ന്. നോക്കാം ദേശീയ വാർത്തകൾ. 75 വയസ്സിനു ശേഷം നേതാക്കൾ വിരമിക്കണമെന്ന RSS മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശം ചർച്ചയാകുന്നു. പ്രധാനമന്ത്രി മോദിക്ക് സെപ്റ്റംബറിൽ 75 വയസ്സ് പൂർത്തിയാകാനിരിക്കെയാണ് ഈ പരാമർശം. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നടപ്പാക്കിയ നിർബന്ധിത വിരമിക്കൽ മോദിക്കും ബാധകമാക്കുമോ എന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത്. ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്നത് നിർമ്മാണത്തിലെ ഗുരുതരമായ അനാസ്ഥയെ തുടർന്നെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. 4 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 18ആയി. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ മഴക്കെടുതിയിൽ 8 പേർ മരിച്ചു. അസമിൽ ശക്തമായ മഴ 23,000 പേരെ ബാധിച്ചു. ഹിമാചൽ പ്രദേശിലെ മഴക്കെടുതിയിൽ മരണം 91ആയി. കണക്ക് പുറത്തുവിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വൈദ്യുതാഘാതം എന്നിവയെ തുടർന്നാണ് 55 പേർക്ക് ജീവൻ നഷ്ടമായത്. ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയുടെ പരിശോധനയിൽ പിസ്റ്റളുകളും ഗ്രനേഡുകളും കണ്ടെത്തിയത് 2 പിസ്റ്റളുകളും 6 ഗ്രനേഡുകളും. പഞ്ചാബിലെ ലുധിയാനയിൽ മരുമകളെ കൊന്ന് ചാക്കിലാക്കി ഭർത്തൃമാതാവും പിതാവും. നാട്ടുകാർ പ്രതികളെ പിടികൂടിയത് മൃതദേഹം ചാക്കിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി തമിഴ്നാട് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തുക ഈ മാസം 27, 28 തീയതികളിൽ. തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ മാസവും നരേന്ദ്രമോദിയോ അമിത്ഷായോ തമിഴ്നാട് സന്ദർശിക്കുമെന്ന് സൂചന. ആൻഡമാൻ ദ്വീപിന് സമീപം കപ്പലിൽ കുടുങ്ങിയ അമേരിക്കൻ പൗരന്മാരെ രക്ഷിച്ച് കോസ്റ്റ് ഗാർഡ്. ICJ രാജ്വീറിലാണ് രക്ഷാദൌത്യം നടത്തിയത്. ഇടപെടൽ ചെന്നൈയിലെ US കോൺസുലേറ്റിന്റെ സന്ദേശത്തെ തുടർന്ന്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ കൊല്ലപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റസാഖ് ഖാൻ. വ്യാജ സന്യാസിമാർക്കെതിരെ ഓപ്പറേഷൻ കലനേമിയുമായി ഉത്തരാഖണ്ഡ് സർക്കാർ. സന്യാസിമാരായി തെറ്റിദ്ധരിപ്പിച്ച് സ്ത്രീകളെ വഞ്ചിച്ച നിരവധി കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഒരു പിഴവും ഉണ്ടായിട്ടില്ലെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ആക്രമണത്തിലൂടെ പാകിസ്ഥാന്റെ 13 വ്യോമതാവളങ്ങൾ തകർത്തു. ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്ന ഒറ്റ സാറ്റലൈറ്റ് ദൃശ്യം പോലും പുറത്തു വന്നിട്ടില്ലെന്നും അജിത് ഡോവൽ. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ റോഡിന് കുറുകെ ചാടിയ നായയെ ഇടിച്ച് ഓട്ടോ മറിഞ്ഞു. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പട്ന വെറ്ററിനറി കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥിക്ക് നേരെ വെടിവെപ്പിൽ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. അക്രമികൾ വെടിയുതിർത്തത് കോളേജിൽ കളിക്കാനെത്തിയപ്പോൾ.
അഹമ്മദാബാദ് വിമാനാപകടത്തിലേക്ക് നയിച്ചത് എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫായെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട്. ഇതോടെ 2 എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന ഒഴുക്കും നിലച്ചു. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിലോ സ്വിച്ചുകൾ വീണ്ടും ഓണാക്കാൻ ശ്രമിച്ചോ എന്നതിലോ വ്യക്തതയില്ല. കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റമെന്ന അഭ്യൂഹങ്ങൾക്കിടെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ കണ്ട് സിദ്ധരാമയ്യ. ഡൽഹിയിലെത്തിയാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി മാറ്റം സംബന്ധിച്ച ചർച്ചയായില്ലെന്ന് സിദ്ധരാമയ്യ. ഇനി രാജ്യാന്തര വാർത്തകൾ. പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ തോക്കുധാരികൾ 9 ബസ് യാത്രികരെ വധിച്ചു. ബസ്സുകൾ തടഞ്ഞു നിർത്തി കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. ബലൂചിസ്ഥാനിൽ നിന്ന് മധ്യ പഞ്ചാബ് പ്രദേശത്തേക്ക് പോയിരുന്ന ബസ്സുകളിലെ യാത്രികരെയാണ് തട്ടിക്കൊണ്ടുപോയത്. പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബസ് യാത്രക്കാരുടെ കൊലപാതകത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഇന്ത്യൻ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരരാണ് നിരപരാധികളെ കൊലപ്പെടുത്തിയതെന്ന് പാകിസ്ഥാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ 16 ദിവസത്തിനിടെ 5 ലക്ഷത്തിലധികം അഫ്ഗാനികളെ രാജ്യത്ത് നിന്ന് നാടുകടത്തി ഇറാൻ. പുറത്താക്കിയത് ഇറാനിൽ താഴ്ന്ന വരുമാനമുള്ള തൊഴിലുകൾ ചെയ്തിരുന്ന രേഖകളില്ലാത്ത അഫ്ഗാനികളെ. ജൂൺ 24-നും ജൂലൈ 9-നും ഇടയിലായിരുന്നു പുറത്താക്കൽ. ഹമാസുമായി ബന്ദി കൈമാറ്റ കരാർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് ആയുധം താഴെ വെച്ചാൽ യുദ്ധം ഏത് നിമിഷവും അവസാനിക്കുമെന്നും നെതന്യാഹു. 10 ബന്ദികളെ മോചിപ്പിച്ച ശേഷം 60 ദിവസത്തെ വെടിനിർത്തൽ സാധ്യമായേക്കുമെന്നും നെതന്യാഹു. യുക്രൈന് US വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നാറ്റോ വഴി യുക്രൈനിലേക്ക് അയക്കുമെന്ന് ട്രംപ്. അരിസോണയിൽ കാട്ടുതീ. പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകി. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു സർക്കാർ. വെസ്റ്റ് ബാൾട്ടിമോറിൽ മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ചതായി സംശയിക്കുന്ന 25 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 പേരുടെ നില ഗുരുതരം. സർക്കാർ വിമർശകർക്ക് യൂട്യൂബ് വിലക്ക് ഏർപ്പെടുത്തണമെന്ന ഉത്തരവ് പാകിസ്ഥാൻ കോടതി താൽക്കാലികമായി നിർത്തിവെച്ചു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ളവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഉത്തരവാണ് കോടതി തടഞ്ഞത്. തിരികെ 100 ന്യൂസിലേക്ക്. ഇനി ബിസിനസ് വാർത്തകൾ. ഇന്ത്യൻ നിരത്തുകളിൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തി ടെസ്ല മോഡൽ Y. മുംബൈയിൽ ഈ മാസം 15-ന് ആദ്യ ഷോറൂം തുറക്കും. ആദ്യഘട്ട വിതരണം ഓഗസ്റ്റിൽ ആരംഭിക്കും. കൂപ്പെ മോഡൽ കാറുകൾ എത്തുന്നത് ചൈനയിൽ നിന്ന്. ഇന്ത്യൻ എക്സ് ഉപയോക്താക്കൾക്ക് സബ്സ്ക്രിപ്ഷൻ നിരക്ക് കുറച്ച് മസ്ക്. ട്വിറ്റർ ബ്ലൂടിക്ക് അവതരിപ്പിച്ച ശേഷമുള്ള ആദ്യ നിരക്കിളവ്. ആപ്പുകളിൽ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ നിരക്കിളവ്. ബേസിക് പ്ലാൻ ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നത് 30% ഇളവ്. രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിൽ കുറവ്. ജൂലൈ 4-ന് അവസാനിച്ച ആഴ്ചയിൽ രേഖപ്പെടുത്തിയത് $3.04 ബില്യൺ ഇടിവ്. രേഖപ്പെടുത്തിയത് $699.74 ബില്യൺ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 440 രൂപയും ഗ്രാമിന് 55 രൂപയുമാണ് കുറഞ്ഞത്. പവന് 72,600 രൂപയും ഗ്രാമിന് 9,075 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്ത് ഐഫോൺ ഉൽപാദനം നിരീക്ഷിക്കാൻ കേന്ദ്രം. നീക്കം ചൈന ഫോക്സ്കോൺ പ്ലാന്റിലെ ടെക്കികളെ തിരിച്ചു വിളിക്കുന്ന പശ്ചാത്തലത്തിൽ ഐഫോൺ 17 സീരീസ് ഉൽപാദനം തടസ്സപ്പെടില്ലെന്ന് ആപ്പിൾ അധികൃതർ. കായിക വാർത്തകൾ. സ്പാനിഷ് സ്ട്രൈക്കർ ഹെസൂസ് ഹിമെനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. ISL നടക്കുമോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ ഇന്ത്യ വിടുന്നുവെന്ന് ഹെസൂസ്. ഡയമണ്ട് ലീഗിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനാകാൻ അനിമേഷ് കുജൂർ. മൊണോക്കോ ഡയമണ്ട് ലീഗിലെ അണ്ടർ 23 വിഭാഗത്തിലെ 200 മീറ്ററിലാണ് അനിമേഷ് മത്സരിക്കുക. ഈ മാസം അവസാനം ധാക്കയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗത്തിൽ BCCI പങ്കെടുക്കില്ല. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ.
ആക്ഷൻ രംഗത്തിന്റെ ചിത്രീകരണത്തിനിടെ അപകടം. നടൻ സാഗർ സൂര്യയ്ക്ക് പരുക്ക്. പ്രകമ്പനം സിനിമയുടെ ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് പരുക്കേറ്റത്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ പ്രതിമ ഒരുങ്ങുന്നു. JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. വീണ്ടും റിലീസിനൊരുങ്ങി ബാഹുബലി. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവുമായി സംയോജിപ്പിച്ചാണ് റിലീസ്. ഒക്ടോബർ 31-നാണ് ബാഹുബലി ദി എപ്പിക് തിയേറ്ററുകളിലെത്തുക. പുഷ്പയിലൂടെ പ്രശസ്തയായ ഗായിക ഇന്ദ്രവതി ചൗഹാൻ ആദ്യമായി മലയാളത്തിൽ പാടുന്നു. അംഗം അട്ടഹാസം എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിനു വേണ്ടിയാണ് ഇന്ദ്രവതി പാടുന്നത്. സരോജ് കുമാറും ഉദയഭാനുവും വീണ്ടും എത്തുന്നു. റിലീസിനൊരുങ്ങി ഉദയനാണ് താരം. ഈ മാസം 23-ന് തിയേറ്ററിലെത്താൻ ഒരുങ്ങി വലംപിരി ശംഖ. ഒലക്ക എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ഷംനാദാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും വെബ് സീരീസ് രംഗത്തും പ്രമുഖരായ ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നിക്കുന്ന ചിത്രമാണ് വലംപിരി ശംഖ. നോക്കാം ഫാക്ട് ചെക്ക്. ബീഹാറിൽ നടന്ന ദേശീയ പണിമുടക്കിൽ പോലീസ് നടത്തിയ ലാത്തിചാർജ് എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്ന ചിത്രം 2024-ൽ പട്നയിലുണ്ടായ ലാത്തിചാർജിന്റെ ചിത്രമാണ്. ഇത് തെറ്റായ തലക്കെട്ടിലാണ് പ്രചരിക്കുന്നത്. നാളെ അറിയാം. ആലപ്പുഴ PN പണിക്കർ ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന ജില്ലാതല ക്വിസ് മത്സരം നാളെ. മത്സരം നടക്കുക ഗവൺമെന്റ് ഗേൾസ് HSSൽ. കോട്ടയം ജില്ലാ ചെസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 13 വയസ്സിൽ താഴെയുള്ളവരുടെ ജില്ലാതല ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കും. ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുക നാളെ. തമിഴ്നാട്ടിൽ വാഹനാപകടം, 2 പേർ കൊല്ലപ്പെട്ടു. ബീഹാറിൽ മയക്കുമരുന്ന് വേട്ട, 150 ഗ്രാം കഞ്ചാവ് പിടികൂടി. പഞ്ചാബിൽ ചെരുപ്പ് നിർമ്മാണശാലയിൽ തീപിടുത്തം, ആളപായമില്ല. എറണാകുളം അങ്കമാലി അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി മീഡിയനിൽ ഇടിച്ചു കയറി. ചാലക്കുടി ഭാഗത്തേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഒഡീഷ സർക്കാർ അദാനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. അദാനിക്കും കുടുംബത്തിനും വേണ്ടി പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര താമസിപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.